അതിദാരിദ്ര്യത്തിൻ്റെ കണക്കെടുത്തപ്പോൾ ബീഹാറിൽ 30% അതിദാരിദ്ര്യം, ഒരു നേരം ആഹാരം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ. കേരളത്തിൽ 0.7%. എന്നിട്ടും നമ്മൾ അസ്വസ്ഥരായി. 0.7% ഇവിടെയുണ്ട്. ആരാണവർ? അത് കണ്ടുപിടിക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു രാജ്യം ചെയ്യുന്നത് പോലെ മുഴുവൻ സോഷ്യലിസത്തിലേക്ക് നീക്കാൻ നമുക്ക് അതിന് പരിമിതിയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് കുറേ കാര്യങ്ങൾ നിൽക്കുന്നത്. എന്നിട്ടും ഒരു സോഷ്യലിസ്റ്റ് മനോഭാവത്തോടു കൂടി കാര്യങ്ങൾ ചെയ്തു. അതിലേറ്റവും പ്രധാനം ജനങ്ങളുടെ പട്ടിണി മാറ്റുക എന്നുള്ളതാണ്. ആരും പട്ടിണി കിടക്കരുത് ഈ സംസ്ഥാനത്ത്. അതിദാരിദ്ര്യത്തിൻ്റെ കണക്കെടുത്തപ്പോൾ ബീഹാറിൽ 30% അതിദാരിദ്ര്യം, ഒരു നേരം ആഹാരം കഴിക്കാൻ കഴിയാത്ത അവസ്ഥ. കേരളത്തിൽ 0.7%. എന്നിട്ടും നമ്മൾ അസ്വസ്ഥരായി. 0.7% ഇവിടെയുണ്ട്. ആരാണവർ? അത് കണ്ടുപിടിക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. ആ കുടുംബങ്ങൾക്ക് എന്താണ് കുറവ്? ചിലർക്ക് ആഹാരം വാങ്ങാൻ നിവൃത്തിയില്ല, ജോലിയില്ല, അങ്ങനെയുണ്ട്. അവരെ അത് ഉണ്ടാക്കാൻ റേഷൻ കാർഡ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക്. ചിലർ പണമൊക്കെ ഉണ്ട്, പക്ഷേ 2 പേരെ വീട്ടിലുള്ളൂ, ഭാര്യയും ഭർത്താവും ക്യാൻസറൊക്കെ ബാധിച്ച് കിടക്കുക, ആഹാരം പാകം ചെയ്ത് കഴിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഒരാളെ സെർവൻ്റായിട്ട് നിർത്താനുള്ള ഗതിയൊന്നും അവർക്കില്ല. അങ്ങനെയുള്ളവർക്ക് പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് കുടുംബശ്രീ മറ്റും മുഖേന 3 നേരം ആഹാരം എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ മരിക്കുന്നത് വരെ അവർക്കത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത്രയും ജീവിതകാലത്ത് അവർക്ക് ഭക്ഷണം കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താൻ. ഇതാണ് കേരളം, അതാണ് കേരള മോഡൽ. അങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇനി കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് സുസ്ഥിരമായ തൊഴിൽ. വിജ്ഞാന കേരളം പദ്ധതി അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. അടുത്ത ഇടതുപക്ഷ ഗവൺമെൻറ് വന്നാൽ ആ വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ ഈ സുസ്ഥിരത ഉറപ്പുവരുത്തും. ആ ഗവൺമെൻറ് അല്ലേ വരേണ്ടത് ക്ഷേമത്തിൻ്റെ ഭാഗമായിട്ട്.